السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പരിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചില മസ്അലകൾ ഇന്നലെ ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് ഒരു മസ്അല മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. അത് കുറെ ചിന്തിക്കാനുള്ളതും പലപ്പോഴും പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ബാധകമാകുന്നതുമാണ്. ഫിഖ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത ഗ്രന്ഥമാണ്. അതാണ് നമ്മുടെ മതത്തിന്റെ ഒരു പ്രത്യേകത. ഏത് കാലത്ത് ഏത് കാര്യം പുതുതായി സംഭവിച്ചാലും മറ്റു പല മതവിഭാഗത്തോടും അതിന്റെ മത നിയമങ്ങൾ ചോദിച്ചാൽ മൂകരായിട്ട് നിൽക്കും. പക്ഷെ ഇസ്ലാം അങ്ങനെയല്ല. AI യുഗമാണെങ്കിലും പ്ലാസ്റ്റിക് സർജറി ആണെങ്കിലും എന്താണെങ്കിലും ഇനി ആകാശത്ത് പോയിട്ട് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ നിസ്കരിക്കണമെങ്കിൽ എങ്ങോട്ട് തിരിയാന്ന് വെച്ചാൽ നമ്മളതിന് മറുപടി പറയും. അതാണ് ഇസ്ലാമിന്റെ ക്വാളിറ്റി. അതാണ് ഒന്നിലും അതിനെ കുറിച്ച് ഒന്നും ഇല്ല എന്ന് പറയുന്നത്. എല്ലാം ഉണ്ട്. നാളെ ഒരാളിനോട് വെച്ച് സയാമിസരട്ടകളിൽ ഒന്ന് മരിച്ച് മറ്റേ മരിച്ചില്ല എന്താ കാട്ട വെച്ച് കുടുങ്ങില്ലേ? മറ്റേനും കൂടി തച്ചൊല്ലാൻ പറ്റും? അതുണ്ടാവാല്ലോ. ഒന്ന് മരിച്ചു മറ്റേ മരിച്ചില്ല എന്താ കാട്ട? വലിയ വിഷയല്ലേ? ഞാൻ നോക്കുമ്പോ അതിന് മറുപടി 700 കൊല്ലം കിതാബിലുണ്ട്. സയാമിസരട്ട വന്നിട്ട് ആകെ 60 കൊല്ലമായിട്ട്. അതാണ് ഇസ്ലാം. അപ്പൊ അതുപോലെ ഒരു ഗുൽമാനുള്ള ഒരു സംഗതിയാണ്. ഇവിടെ മാസം കണ്ട് മഗ്‌രിബിന് മാസം കണ്ട് ഓനെ അത്താഴൊക്കെ കഴിച്ചിട്ട് നോമ്പോറ്റ് നിയത്തിച്ചിട്ട് അബുദാബി പോയപ്പോ അവിടെ മാസം കണ്ടിട്ടില്ല. എന്താ ചെയ്യാ? അങ്ങനെ ഉണ്ടാവാല്ലോ. മനസ്സിലായ സംഗതി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ മാസം കണ്ട് നോമ്പൊക്കെ എടുത്തിട്ട് പോയക്കുമ്പോ അബുദാബിയിൽ മാസം കണ്ടിട്ടില്ല. എന്നാൽ അവൻ നോമ്പ് കുറിക്കാൻ പാടില്ല. അവന്റെ ആ നോമ്പ് പൂർത്തിയാക്കണം. നമ്മൾ എത്തിയ സ്ഥലത്ത് മാസം കണ്ടിട്ടില്ല. നമുക്ക് തിന്ന് അടിച്ചൊളിച്ച് നിൽക്കാന്നുള്ളത് തിന്നാൻ പറ്റില്ല. നീയത്തെടുത്ത് പോയാ നോമ്പ് പോകാൻ പൂർത്തിയാക്കും. അതിനി അവസാനത്തിലേക്ക് ഓടി നോക്കും. അവസാനത്ത് കൊടുന്നാല് പെരുന്നാളിന്റെ മാസമല്ല. ഇവനിവിടെ 30 ദിവസം നോമ്പ് പറ്റൂ. ശവ്വാൽ 1 മാസം കണ്ട് പെരുന്നാൾ എടുത്ത് തക്ബീറൊക്കെ പാസ്സാക്കിയിട്ട് അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോയക്കുമ്പോ അവിടെ നോമ്പാ. അപ്പൊ എന്താ ചെയ്യാ? പെരുന്നാൾ കഴിക്കാൻ പറ്റില്ല. അവരെ കൂടെ ഇംസാക്ക് ചെയ്യാം. നോമ്പുകാരനെ പോലെ നിൽക്കണം. എന്നിട്ട് ഓല് പെരുന്നാൾ കഴിക്കുമ്പോഴാണ് പെരുന്നാൾ കഴിക്കുക. നീ നേരെ തിരിച്ചു വരും. ഇവിടെ മാസം കണ്ടിട്ടില്ല, നോമ്പല്ല. പക്ഷെ ദുബായിൽ അബുദാബിയിൽ ബഹ്റൈനിൽ ഒമാനിലൊക്കെ പോയേക്കുമ്പോ അവിടെ നോമ്പാണ്. എന്നാ രാത്രിയാണ് അവിടെ എത്തിയെങ്കിൽ അവരെ പോലെ നിയ്യത്ത് ചെയ്തിട്ട് നോമ്പെടുക്കണം. പകലാണ് എത്തിയത് ഇല്ലെങ്കിൽ ഇംസാക്ക് ചെയ്യും. മനസ്സിലായോ? നീ വേറെ ഒന്നും കൂടി വരും. ഇവിടുന്ന് ഓൻ നിയ്യത്ത് ചെയ്ത് നോമ്പൊക്കെ നോറ്റ് പോയപ്പോ അവിടെ എത്തിയപ്പോ അവിടെ നോമ്പ് കഴിഞ്ഞിട്ട് പെരുന്നാളാണ്. ഇന്നെന്താ ചെയ്യാ? അവരെ കൂടെ പെരുന്നാൾ കഴിക്കണം, നോമ്പ് കുറിക്കണം. പക്ഷെ ഓന് 28 നോമ്പേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ പിന്നീട് ഒരു നോമ്പ് കഥാ കിട്ടും. ഇത് എന്നേക്കുള്ളൊരു മസല കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് എല്ലാ കൊല്ലവും എന്നോട് വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ മാത്രമല്ല, കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാവാൻ. അതിന്റെ ആ 4 കാര്യങ്ങളും അങ്ങനെ മനസ്സിലാക്കാം. മാസം കണ്ട നാട്ടിൽ നിന്ന് മാസം കാണാത്ത സ്ഥലത്തേക്ക് എത്തിയാൽ അത് നോമ്പിനാണ് എത്തിയതെങ്കിൽ മസലുണ്ട്, പെരുന്നാളിനാണ് എത്തിയതെങ്കിൽ മസലുണ്ട്. ഇനി തിരിച്ച് മാസം കാണാത്ത നാട്ടിൽ നിന്ന് മാസം കണ്ട നാട്ടിലേക്ക് എത്തിയാൽ അവിടെയും നോമ്പിന്റെ മസാലയും പെരുന്നാളിന്റെ മസാലയുണ്ട്. ഈ 4 മസാല സത്യത്തിൽ ഞാൻ പറഞ്ഞു, പക്ഷെ എല്ലാം കൂടി ഒരു ചരടിയിൽ കോർത്തിട്ടാണ് പറഞ്ഞതെന്ന് മാത്രം. അതാ വിഷയം അങ്ങനെ തന്നെ മനസ്സിലാക്കണം. എന്നിട്ട് അമൽ ചെയ്യുക. ഈ നോമ്പിന് മൊത്തമുള്ള ഫർദ് ഒന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. നിയ്യത്ത് 2 നോമ്പ് അറിയുന്ന എല്ലാ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കുക. നോമ്പ് അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്.
പ്രത്യേകിച്ച് ഭാര്യ-ഭർത്തൃ ബന്ധങ്ങൾ, ദർശന സ്പർശനം ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടില്ല, പക്ഷെ വികാരത്തോടു കൂടിയാണ് സ്പർശിച്ചെങ്കിൽ ആ സമയത്ത് സ്ഖലനൊക്കെ ഉണ്ടെങ്കിൽ നോമ്പ് മുറിയും. മറയോട് കൂടിയല്ലെങ്കിൽ, മറയോട് കൂടിയാണെങ്കിൽ മുറിയില്ല എന്നാണ് മസല. പക്ഷെ എന്നാലും സ്പർശിക്കാനൊന്നും പോണ്ട. സ്പർശിക്കാൻ അങ്ങനെ തൊടട്ടെ, വേറെ ഒന്നുമല്ല. അപ്പൊ പറയുന്ന നിർബന്ധമായ മസല അതുകൊണ്ട് പറഞ്ഞു. പിന്നെ ഉള്ളിലേക്ക് തടിയുള്ള വല്ലതും കയറുക. പുകാന്നുള്ള സാധനം തടിയുള്ളതാണ്. അവിടെ നോമ്പ് കാലത്ത് സിസർ വലിച്ചാൽ, ബീഡി വലിച്ചാൽ നോമ്പ് വരും. കാരണം ആ സാധനം തടിയുള്ളതാണ്. വെറ്റിലടക്കന്റെ നീരും തടിയുള്ളതാണ്. ആ ഉള്ളിക്ക് കയറിയാലും നോമ്പ് വരും. രുചി എന്നുള്ളത് തടിയുള്ളതല്ല. അപ്പൊ ഒരാള് നോമ്പ് വെച്ചുകൊണ്ട് ഓൻ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, കറിക്ക് ഉപ്പുണ്ടോന്നു നാവിന്റെ തലപ്പത്ത് വെച്ചിട്ട് രുചി അനുഭവിച്ചാൽ ഉണ്ടാവില്ല, നോമ്പ് അറിയില്ല. രുചി മാത്രം അനുഭവിച്ച മറന്നിട്ട് തിന്നാ നോമ്പ് അറിയില്ല. ഒരാള് നോമ്പ് വെച്ച് എല്ലാരും പരിയിൽ ഇറങ്ങുകയാണ്. അപ്പൊ അടുക്കളയിൽ പോയി വെക്കുമ്പോ അവിടെ ഉണ്ട് നല്ല തലേന്നുള്ള ബിരിയാണി. ഒന്നുകൊണ്ട് ചൂടാക്കി അടിച്ചു മാറാം. വേഗം എടുത്ത് ചൂടാക്കി ഒന്നായിട്ട് തിന്ന് ലാസ്റ്റത്തെ നൗണ്ടിന് സമയത്താണ് മോങ്ങണ്ട് ഇപ്പച്ചിക്ക് നോമ്പിലേക്ക് അപ്പാണ് തുപ്പി വയറ് നിറഞ്ഞു ചെയ്തതാണ്. ഒരു പ്രശ്നമില്ല. പക്ഷെ ഇനി നാളെ ഇങ്ങനെ മറന്നിട്ടിയാല് അൽഹംദുലില്ലാന്ന് പറയരുത്. അതാണ്, അങ്ങനെ ഉണ്ടാവില്ല. ഇത് എന്നും ഇങ്ങനെ മറന്നിട്ടിയാൽ അൽഹംദുലില്ലാ അത് പറയരുത്. ഇതിനെ കുറിച്ച് ഹദീസിൽ ഒരു തമാശ ഉണ്ടുള്ളത്. അത് അള്ളാഹു അവനെ നോമ്പ് കാലത്ത് തീറ്റിച്ചതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ ഉണ്ടാവും. മറന്നിട്ടാണ് ഈ കുഴപ്പമില്ല. ഉമിനീര് ഇറക്കണോണ്ട് പ്രശ്നമില്ല. പക്ഷെ ഉമിനീരിൽ തലേന്ന് ഭക്ഷണം കഴിച്ചതിന്റെ ഏതെങ്കിലുമൊക്കെ ഉച്ഛിഷ്ടങ്ങൾ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. കഫാണെങ്കിൽ ഉള്ള സ്ഥലത്ത് നിന്ന് പുറത്തെടുക്കാൻ പറ്റാത്തതെന്ന് ഇറങ്ങിപ്പോയതാണെങ്കിൽ പ്രശ്നമില്ല. പുറത്തെടുക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നിന്ന് ഇറങ്ങിപ്പോരുത്, പുറത്തേക്ക് കളയണം. പൊടിപടലങ്ങൾ ഉള്ളിൽ കയറുന്നത് ശ്രദ്ധിക്കണം. പൊടിപടലങ്ങൾ ഉള്ളിൽ കയറുമെന്ന് ഉറപ്പോടുകൂടി പൊടി പാർന്ന സ്ഥലത്ത് നിൽക്കാൻ പാടില്ല. നോമ്പുരും, കാരണം അത് തടിയുള്ള സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ഒരാള് ഉമിനീരിന്റെ അവിടെ കുറെ കാര്യങ്ങൾ പറയാം. ഉമിനീര് പുറത്തേക്ക് വന്നു, ചുണ്ടിന്റെ പുറത്തേക്ക് വന്നു, എന്നിട്ട് ഉള്ളിലേക്ക് വലിച്ചെടുത്ത് ഇറക്കിയാൽ നോമ്പ്. നേരെ മറിച്ച് നാവിന്റെ തലപ്പത്ത് ഉമിനീരുണ്ട്, ആ നാവ് പുറത്തേക്ക് നീട്ടിയിട്ട് വലിച്ചെടുത്തിട്ട് പോയാലും നോമ്പുറിയില്ല. നേരെ മറിച്ച് വായന്റെ പരിധിയിൽ നിന്ന് പുറത്ത് വന്നിട്ട് വലിച്ചെടുക്കരുത്. അത് നാവ് എന്നത് ഒരവയവമാണ്. അത് വെളിയിലിട്ടിട്ട് ഉള്ളിലേക്ക് വലിച്ചാൽ നോമ്പുറിയില്ല. മറന്നിട്ടൊരു സാധനം തൊള്ളയിലിട്ട് അത് അറിയാതാണ് ഉള്ളിൽ പോയാല് നോമ്പുറിയില്ല. മനഃപൂർവ്വം പോകുന്ന ഉറപ്പായിട്ടിട്ടിട്ട് പോയാൽ നോമ്പുറിയില്ല. ഉണ്ടാക്കി ഛർദിച്ചാൽ നോമ്പുറി, ഉണ്ടാക്കാതെ യാദൃശികമായി ഛർദിച്ചാൽ നോമ്പുറിയില്ല. പക്ഷെ ഛർദിച്ച് എന്തെങ്കിലുമൊക്കെ ഉള്ളിലേക്ക് വലിഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ നോമ്പുറിയിച്ചു. ഒരാള് നോമ്പ് വെച്ചിട്ട് പകല് ഫുള്ളായിട്ടാണ്ട് ഉറങ്ങി നോമ്പുറിയില്ല. ഫുള്ളായിട്ട് ബോധം കെട്ടാ നോമ്പുറി. പക്ഷെ ഒരു സെക്കൻഡെങ്കിലും ബോധം തെളിഞ്ഞാൽ നോമ്പുറിയില്ല. മതി മതി, സ്റ്റോപ്പാക്ക. ഇനി വല്ലാതെ പറഞ്ഞാൽ നമുക്ക് ചിലപ്പം കൺഫ്യൂഷൻ വരും. മസാലക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. അടിച്ചടിച്ച് ഇങ്ങനെ നന്നായിട്ട് അടിച്ചേൽപ്പിച്ചാൽ പറഞ്ഞൊന്നൊരു പിടുത്തം കിട്ടില്ല. ഇപ്പൊ ഒരു 10-15 മസാല പറഞ്ഞ് അവിടെ നിന്നോട്ടെ. ഇനി ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ വേറെ ഉസ്താമാരൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ എന്നോട് ചോദിച്ചോളി. അതുപോലെ നോമ്പ് കാലത്ത് ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കൽ കറാത്താണ്. ഉറങ്ങിയിട്ട് വായ പകർച്ചുണ്ടെങ്കിൽ കറാത്തില്ല. ഉച്ച വരെ ഉള്ളൂ പല്ല്. ഇനി പല്ല് തേച്ചിട്ട് ആയൊക്കെ കൂടി ഇറക്കാൻ പാടില്ല. അതിൽ നിങ്ങൾ ചോദിക്കണം, അങ്ങനെങ്കിലും കുറച്ച് വിശപ്പ് കിട്ടാന്ന് വിചാരിച്ചിട്ട്. അതൊന്നും പറ്റൂല. ഉമിനീരെ പറ്റുമോ? പേസ്റ്റിന് സംഗതിയിൽ തടി ഉണ്ട്, അതിന്റെ ആ തടി ഇറങ്ങാൻ പാടില്ല. തടിയുള്ള സാധനമാണ്. സുബൈന്റെ മുമ്പ് ഉപയോഗിച്ചാൽ മതിയല്ലോ, പ്രശ്നമില്ല. ഇറങ്ങരുത്. സുബിനേശങ്ങൾക്ക് ആണെങ്കിൽ ഇറച്ചും പൊറാട്ടും തൊള്ളയിലിട്ട് ചവക്ക, പക്ഷെ ഇറങ്ങരുത്. വല്ലാതെ നോക്കാൻ നിൽക്കണ്ട, ഞാൻ പറഞ്ഞു കൊടുക്കും ചിലപ്പോ. അതാണുള്ളത്. അത് വല്ല പോക്കല്ലേ. എല്ലാത്തിനും കൂടി രുചി നോക്കിയാൽ ചിലപ്പോ നോമ്പ് തുറക്കണേരെത്തൂല. അതാണ്ടാകുക.
എന്താ കുറച്ചേരം ഒന്ന് അടങ്ങി നിന്നാല് എന്തേലും ഉണ്ടോ? ഇഞ്ചക്ഷൻ അടിച്ചാലും നോമ്പ് മുറിയില്ല. പക്ഷെ ഒരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നുണ്ട് നരമ്പലിന്റെ ഉള്ളിലേക്ക് സിറിഞ്ച് പോയാൽ നോമ്പ് പറയുന്നത്. എനിക്ക് അഭിപ്രായം ഇല്ല. പറയുന്ന ആൾക്കാരെ നമ്മൾ എതിർക്കില്ല. പറയുന്ന ആളുകളെ നമ്മൾ എതിർക്കൂല. പക്ഷെ അങ്ങനെ മുറിയുന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഗ്ലൂക്കോസ് അല്ലേ ആ സംഗതിയിൽ അപ്പൊ അതൊക്കെ വരും. പക്ഷെ ഗ്ലൂക്കോസ് ഇതിന്റെ ഉള്ളിൽ കേറുന്നുണ്ട് എന്നാൽ കുറച്ചും കൂടി ശക്തിയായിട്ട് മുറിയെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ നോമ്പിന് കൂലി കിട്ടൂല, അതുള്ളത്. അതെന്താ പറയുക, ഇപ്പൊ സക്കാത്ത് കൊടുക്കേണ്ടവര് പേടിച്ചിട്ട് പറമ്പ് വാങ്ങിയിടുന്ന കാര്യമാണ്. കച്ചവടം ചെയ്യാന്ന് നമ്മള് പൈസ വെച്ചാൽ സക്കാത്ത് കൊടുക്കേണ്ടി വരും, പറമ്പിന് സക്കാത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ പറമ്പൊന്നായിട്ട് വാങ്ങിയിടുക. ഇതൊക്കെ അങ്ങനെ ആകുമ്പോ സംഗതി ഫിറ്റയില് ശരിയാവും. എന്നാലും ഒരു കോളേജ് അതാ അവിടെ നിന്ന് വെച്ചാൽ മതി. ഞാൻ മറ്റേ എനിക്ക് പേടിയുണ്ട് നിങ്ങൾ ഇങ്ങനെ വരണുണ്ട്. എന്താ റബ്ബത്? അതാണ്. അത് ശരി. ഡയാലിസിന്റെ ഈത്തപ്പഴം ചാലഞ്ച് നടക്കുന്നുണ്ട്. ഞാനും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ വാങ്ങണം എന്നാണ് മൂപ്പര് പറയുന്നത്. അത് ഇവിടെ കൊണ്ടുവരണോ വേണ്ടോന്ന് ഞാൻ പറയില്ല. ഇവിടെ പള്ളിയിൽ കൊണ്ടുവരണം. ആയിക്കോട്ടെ, ആവശ്യമുള്ളവരൊക്കെ വാങ്ങാം അത്ര അല്ലേ. ഞാൻ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. നീ ഒന്നും കൂടി തന്നാ ഇനി വാങ്ങും പൈസ തരും. അല്ല അങ്ങനല്ലേ. എന്നാ ഞാൻ എന്തേലും ഉണ്ടോ? മൂപ്പര് അതിന്റെ സംഘാടകനാണ്. അപ്പൊ ഉള്ള അവസരം മുതലാക്കണ സംഘാടക സ്വഭാവമാണ്. അല്ല, അവരൊന്നും ആവശ്യത്തിനല്ല ഇത് ചെയ്യുന്ന കേട്ടോ. കിഡ്നി വീക്കുള്ള ആളുകളുടെ ചികിത്സാ കേന്ദ്രത്തിലേക്കാണ് അൽഹംദുലില്ലാഹ് കൊടുത്തതൊക്കെ ഒന്നിനും എത്രയോ പ്രതിഫലം കിട്ടുന്നതാണ്. അത് തമാശ ആക്കി കണക്കരുത്, തമാശയായി കാണരുത്. ഇന്നിപ്പോ കിഡ്നിക്ക് സോക്കടില്ലാത്ത ആരാളുള്ളത്? ഇന്നലെ എന്നോട് വലിയൊരു ഉസ്താദ് പറഞ്ഞു, ഭയങ്കര വർഷത്തിലാണ് ദ്വാരിക്കുന്ന എല്ലാവർക്കും എന്ന് പറഞ്ഞാലുണ്ട്. ഇനി എന്താ ഇനി ഉണ്ടോ മസാല ആയതുകൊണ്ട്? നമ്മളെ മൊയ്തീനാജ് വക ചായം ചെയ്യുന്നുണ്ടെന്ന്. ഷാബാൻ ലാസ്റ്റ് ദിവസം മൂപ്പര് ചായം ചെയ്യുന്നൊക്കെ കൊടുക്കണം എന്ന് എത്തിയെന്ന്. അൽഹംദുലില്ലാഹ് നമ്മളെ നാട്ടിലൊരു വിളക്കാണ്, പള്ളിയിലൊരു ആണിയാണ് മൂപ്പര്. ആ കുമ്പിട്ട് വരവ് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ അങ്ങനെ ദ്വാരക്കലുണ്ട്, കുറച്ചും കൂടി ആയുസ് കൊടുക്കണേ റബ്ബേ. എന്നൊക്കെ വല്ലാത്ത രംഗങ്ങളാണ്, ഒന്നും വല്ലാതെ ഒന്ന് കണ്ടു കിട്ടാത്തതാണ്. ശരീരത്തിന് കുറെ പ്രയാസം ഉണ്ട്, അറിയാം. പ്രായമുണ്ട്, വരവ് കണ്ടാൽ തന്നെ അറിയാം. എത്രയാണ് വാങ്ങിക്കൂട്ടുന്ന കൂലി എന്ന് അറിയാം അതിനൊക്കെ. കാരണം നല്ല ആരോഗ്യമുള്ള ഗണുപ്പുള്ള അഭ്യാസമുള്ള കുട്ടികൾ അയ്യാലസല എന്ന് പറയുമ്പോ പൊരയിലും അങ്ങാടിയിലൊക്കെ ചിരിച്ചു കളിച്ചിരിക്കുമ്പോ ഈ പ്രായമുള്ള മനുഷ്യന്മാരെ കൊമ്പിട്ടിട്ട് കരച്ചിങ്ങനെ വരുന്നേണ്ട. അതിനാണ് തൗഫീഖ് എന്ന് പറയുന്നത്. അവരൊക്കെ നാടിന്റെ വിളക്കുകളാണ്. അല്ലാഹു തആല അവരുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കട്ടെ. പ്രായം എന്നനുസരിച്ചുകൊണ്ട് പ്രയാസം ഉണ്ടാവുന്ന സൂറത്ത് യാസീനിലുണ്ട്, അത് മാറൂല. ആർക്കെങ്കിലും നമ്മൾ ദീർഘായുസ് തരികയാണെങ്കിൽ നമ്മൾ പാർസലൊക്കെ ചില ചേഞ്ച് വരുത്തും, വേദനയും കടച്ചിലൊക്കെ ഉണ്ടാവും, പ്രശ്നമാക്കരുതെന്ന് അള്ളാഹ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനാണ്. നമ്മൾ ദീർഘായുസ് നൽകിയിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അള്ളാഹ് ആദ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ദ്വാന്റെ ഒക്കെ ഇതുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ മാറി മാറി കിട്ടുന്നല്ലാതെ പ്രായമായ സമയത്ത് ഉണ്ടാകുന്ന ക്ഷീണവും പ്രശ്നമൊന്നും പെട്ടെന്ന് മാറി കിട്ടൂല എന്ന് സൂറത്ത് യാസീനിലുണ്ട്. എന്നാലും അള്ളാഹു തആല അത്ഭുതമായിട്ട് അവരൊക്കെ ദീനിന്റെ നമ്മുടെ നാടിന്റെ നെടും തൂണുകളാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. വേദനകളൊക്കെ സഹിക്കാൻ കഴിയാത്തൊക്കെ അള്ളാഹു തആല മാറ്റി കൊടുക്കട്ടെ. നമുക്കും അള്ളാഹു ആഫിയത്തും ദീർഘായുസും അവന്റെ ത്വാഅത്തിൽ പ്രദാനം ചെയ്യട്ടെ. അവരുടെ ചായം ചെയ്യുന്നതിന്റെ കൂലി വാപ്പമ്മന്റെ ഒക്കെ ഖബറിലേക്ക് അള്ളാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു പ്രകാശിപ്പിക്കട്ടെ. ഇന്നലെ മരിച്ച ബഹുമാനപ്പെട്ട മൂസക്കുട്ടിയാക്ക, എനിക്ക് ഈ ആളെ അറിഞ്ഞിരുന്നില്ല. അപ്പൊ സെയിൽവേജ് ഫോട്ടോ വിട്ടു, അപ്പോഴാണ് ആളെ എനിക്ക് മനസ്സിലായത്. ഇവിടെ ഇടക്കൊക്കെ കാണുന്ന ആളാണ്. എന്തേ ഇടക്ക് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അസുഖം എന്താ, ക്യാൻസർ ആയിരുന്നു, കിഡ്നിന്റെ. തന്നെ ഏതായാലും അദ്ദേഹത്തിന് അള്ളാഹു ഖബർ സ്വർഗ്ഗമായി കൊടുക്കട്ടെ. കണ്ണത്താ ദൂരത്തേക്ക് അള്ളാഹു തആല വിശാലായി കൊടുക്കട്ടെ. ഭൂമിയുടെ മുകളിലുള്ളതിനേക്കാളും റാഹത്തുള്ള സന്തോഷദായകമായ ജീവിതം ഭൂമിയുടെ ഉള്ളിൽ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇനി ഒന്നുമില്ലല്ലോ. എനിക്ക് എന്റെ മോളെ കൊണ്ടുവരാൻ, ഓളെ ഹിഫ്ള് കോളേജ് പഠിക്കണം. അപ്പോൾ ഓൾക്കിന്ന് ലീവ് ഉണ്ട്. ചിലപ്പോ ഞാൻ തന്നെ പോകും. അവ 8 മണിക്ക് അവിടെ എത്തണം. നിങ്ങൾ ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളി, പ്രശ്നമില്ല കേട്ടോ. ചോദിക്കാണ്ടേ ചോദിച്ചോളി. അത് ചിന്തിക്കണ്ട. മുങ്ങിക്കുളിക്കല് ഖറാഅത്താണ്.
പക്ഷെ ഇനി അങ്ങനെ മുങ്ങി കുളിച്ചോണം നോമ്പ് അറിയില്ല. പക്ഷെ ആ മുങ്ങി കുളിക്കുന്നതിന് ഇടയിൽ എങ്ങാണ്ടും ചവിട്ടിലൂടെ മൂക്കിലൂടെ തൊള്ളയിലൂടെ ഒക്കെ വെള്ളം പോയാൽ നോമ്പ് പറയും. വെള്ളം പോവാത്ത രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. എന്താ വെച്ചാൽ കറാത്തോനെ എടുത്തു എന്നുള്ളതാണ് കാരണം. നോമ്പ് കാലത്ത് മുങ്ങി കുളിക്കൽ കറാത്താണ്. നേരെ കുറിച്ച് നിർബന്ധ കുളിയും കുളിക്കുന്ന സമയത്ത് എങ്ങാനും ഉള്ളിൽ അറിയാതെ ചീറ്റി കയറി പോയാലും പ്രശ്നമില്ല. സുന്നത്തായ കുളിയെ കുറിച്ചാ പറഞ്ഞു. മനസ്സിലായില്ലേ? ആ അല്ലാതെ പ്രശ്നമില്ല. അയിക്കൂടി മനഃപൂർവ്വം പോകരുതെന്നാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്. ആ ഉള്ളിക്ക് കയറാൻ വേണ്ടിട്ട് ആയിക്കോടി. ഇപ്പൊ ഒന്നും കിട്ടാനില്ല, അത് പൊടിയെങ്കിലും കുറച്ചാണ്ട് ഉള്ളിക്ക് കയറ്റാണെങ്കിൽ അവിടെ അങ്ങനെ ചൊറിഞ്ഞിരിക്കരുത്. കൂലിയാ കുളിച്ചാലല്ലേ? രാത്രി വിളിക്കാം. വിളിക്കാം രാത്രി. തൊട്ടിപാത്രത്തില് മുങ്ങി കുളിക്കൽ തന്നെയല്ലോ. എന്നാലും അപ്പൊ എവിടെയാണെങ്കിലും അവൻ തന്നെയല്ലേ. മുങ്ങാതെ വിളിച്ചാൽ മതിയല്ലോ നോമ്പുണ്ടാവുമ്പോ. എന്താ അപ്പൊ ഇതിന് പ്രശ്നമുള്ള? കുളവും വെള്ളം ഉണ്ടെങ്കിലല്ലേ ഇപ്പൊ മുങ്ങലുള്ളൂ. അല്ലെങ്കിൽ മുങ്ങാതെ തന്നെയല്ലേ വിളിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചോളി, അപ്പൊ പറയും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി ജസീലൻ ജമീലൻ ദായിമൻ ബിദവാമി മുൽക്കില്ലാ. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. അള്ളാഹുവെ പറഞ്ഞും കേട്ടോ നീ കബൂലാക്കണേ അല്ലാഹ്. കിഡ്നി രോഗികളുടെ സഹായ സെന്ററിന് വേണ്ടി ഈത്തപ്പഴ ചലഞ്ചിൽ ആരൊക്കെയാണോ 500 കൊടുത്ത് പങ്കെടുത്ത് അവർക്ക് ഹൈറായ ദുനിയാവ് പകരം കൊടുക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കുള്ള സകല രോഗങ്ങളും മാറ്റിത്തരണേ അല്ലാഹ്. അള്ളാഹുവെ രോഗങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, കൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. കടത്തിൽ കുടുക്കി മരിപ്പിക്കല്ല അല്ലാഹ്. ഹൃദയത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. മക്ക മദീനകളിൽ എത്തിക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരുക്കമില്ലാത്ത മരണത്തിലോ പെടുന്നനെയുള്ള മരണത്തിലോ പെടുത്തല്ല അല്ലാഹ്. അള്ളാഹുവെ കച്ചവടക്കാരുണ്ട്, യാത്രക്കാരുണ്ട്, ഗൾഫുകാരുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, അധ്യാപകന്മാരുണ്ട്, പഠിതാക്കളുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, ആലിമീങ്ങളുണ്ട്. എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. اللهم انصر أمة سيدنا محمد ورحمة سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبيه يا ذا الجلال والإكرام. വൈദ്യനാജിന്റെ വാപ്പമ്മന്റെ ഖബറിലേക്ക് അദ്ദേഹത്തിന്റെ ചായയുടെ ചീർണിയുടെ സവാബിനെ എത്തിക്കണേ അല്ലാഹ്. അള്ളാഹുവെ ബഹുമാന്യനായ മൂസക്കുട്ടി സായ് അള്ളാഹ് അവരുടെ ഖബറിനെ സന്തോഷമായി കൊടുക്കണേ അല്ലാഹ്. പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തിനും പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين. അവിടെയുള്ള മുത്തഅല്ലിമീങ്ങൾക്ക് ഒരു മാതൃക പറഞ്ഞുതരാം. ഇന്നലെ എന്റെ മോളെ സ്ഥാപനമുണ്ട്, എന്റെ മോള് പഠിക്കുന്ന ഖുർആൻ കോളേജിന്റെ സ്ഥാപനമുണ്ട്. അതിന്റെ ഗേറ്റിന്റെ അടുത്ത് കൂടിയാണ് ഇന്നലെ ഞാൻ വാദനമായത്. പക്ഷെ എനിക്ക് ഇന്നലെ വാദ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വാദന പോകുമ്പോൾ ഞാൻ അവിടുത്തെ പ്രിൻസിപ്പലിനെ വിളിക്കണം. നാളെ അതിനായിട്ട് വണ്ടി കൊടുത്തേക്കാൻ പറ്റൂല, എനിക്ക് ഉറപ്പ് വെച്ച് ഇങ്ങോട്ട് വരാനും പറ്റൂല, നിങ്ങൾ ഇന്ന് എന്റെ മോളെ തരണം, നാളല്ലേ ലീവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല, ഓരോരും കൊണ്ടുപോയിക്കൊള്ളുന്നു. ഞാൻ പോയില്ല, വാങ്ങിയില്ല. കാരണം എന്താ, ഒരു സ്ഥാപനത്തിനൊരു ഭദ്രത അത് ആദ്യം പരിഗണിക്കേണ്ട രക്ഷിതാക്കളല്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് 2000 റുപ്യന്റെ എണ്ണ അടിച്ചിട്ട് വേറെ അതിനായിട്ട് പോകും. അതെനിക്ക് ഇന്നലെ ഓലോട് പറഞ്ഞ ആ പ്രശ്നമില്ല, ഓല് കൊണ്ടുപോയിക്കോളി ഉസ്താദ് കൊണ്ടുപോയിക്കോളി എന്ന് പറയും. അത് ഞാൻ മുത്താലിമ്യങ്ങൾ ഉറക്കണം. അപ്പൊ 2 വാപ്പാരന്മാരെ ഇടക്കിടക്ക് ഇങ്ങനെ വലിക്കുന്ന ഒരു കുട്ടികളെ, അതിനുവേണ്ടി ഓലോട് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. അപ്പൊ ഒക്കെ മാതാപിതാക്കൾക്കായിരിക്കണം കുട്ടികളെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ. അല്ലാതെ ഓരോ കൂടി ഇവിടെ നിന്നിട്ട് നമുക്ക് എന്താ ഒന്നുമില്ലല്ലോ. എന്റെ മോളെ ഞാൻ അവിടെ തോൽക്കെന്ത് ചെയ്യുന്നു, നമ്മളല്ലേ ചിന്തിക്കണം. അത് വാപ്പാരോടുമാരോടൊക്കെ പറഞ്ഞു കൊടുക്കണം. അസ്സലാമു അലൈക്കും.